ഏറെ പ്രതീക്ഷയോടെ ജൂൺ 5-ന് തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു നസ്ലിൻ നായകനായ മോളിവുഡ് ടൈംസ്. മുഖനിർണി അസോസിയേറ്റ് എന്ന ചിത്രത്തിന് ശേഷം അഭിനന്ദ് സുന്ദർനായിക് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമെന്ന നിലയിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. സക്സസ് ട്രയോളജി മുകുന്ദനുണ്ണി അസോസിയേറ്റിന് ശേഷം അഭിനന്ദ് മുകുന്ദ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനീത് മാധവൻ എന്ന കഥാപാത്രമായി വേഷമിട്ടത് നസ്ലിനായിരുന്നു. ചിത്രം വലിയ രീതിയിൽ ചർച്ചകൾക്ക് കാരണമായെങ്കിലും കുടുംബ പ്രേക്ഷകരെ അടക്കം തിയേറ്ററിൽ എത്തിക്കുന്നതിൽ മോളിവുഡ് ടൈംസ് പരാജയപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം തിയേറ്ററിൽ നിന്ന് ഏറെക്കുറെ വാഷ് ഔട്ട് ആയിരിക്കുകയാണെന്ന് സിനിമാ പേജുകളുടെ റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പോകുന്നത്. റിലീസ് ചെയ്ത് 18-ാം ദിനത്തിൽ ചിത്രം തിയേറ്ററിൽ നിന്ന് ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് നേടാനായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിദംബരം എസ് പൊതുവാൾ സംവിധാനം ചെയ്ത ബാലൻ ദ ബോയ് തിയേറ്ററിൽ നിന്ന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ പതനം. 18 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി സ്വന്തമാക്കിയിരിക്കുന്നത് 9.98 കോടി രൂപയാണ്. ഇന്ത്യയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ചിത്രം 1.76 കോടിയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ചിത്രത്തിന് കേരളത്തിൽ തിയേറ്ററിൽ നിന്നും ചിത്രം ഏകദേശം 8.95 കോടി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനോടകം ചിത്രത്തിന് നേടാൻ സാധിച്ചതാവട്ടെ 19.17 കോടി രൂപയാണെന്ന് വിവരങ്ങൾ. ചിത്രത്തിന്റെ ബജറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വലിയ താരനിരയുള്ള ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമാവുന്ന കണക്കുകൂട്ടലുകളാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ OTT റൈറ്റ്സിലൂടെയും സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെയും മുതൽ മുടക്കുകൾ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നും പലരും കണക്കുകൂട്ടുന്നു. നസ്ലിന് പുറമെ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, ജഗദീഷ്, അലക്സാണ്ടർ, പ്രദീപ് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു.